it's me Shahil. Welcome back to my channel Get the Shahil. അപ്പോൾ ഗൈസ് കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഹുവാവേൻ്റെ Y സീരീസ് ആയിട്ട് ലേറ്റസ്റ്റ് മോഡലായ Huawei Y9s ആണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഒരു ക്വിക്ക് അൺബോക്സിങ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് എൻ്റെ ഫ്രണ്ട് ഫായിസ് ആണ്. അപ്പോൾ അവനക്കൊരു താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ ഇതുവരെയായിട്ട് ഇന്ത്യയിൽ ഇതുവരെയായിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല. വരുന്ന ഈ 2020 ഫെബ്രുവരിയിലാണ് ഇത് ലോഞ്ച് ആവുക. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിനി Huawei Y9s അൺബോക്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മുടെ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ Y9s ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫോണൊന്ന് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണാം ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വളരെ നല്ലൊരു ഗ്ലോസി ഫിനിഷാണ് Huawei കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള കളർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ക്രിസ്റ്റലാണ് നമ്മുടെ അടുത്തുള്ളത്. മറ്റൊരു കളർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ മിഡ് നൈറ്റ് ബ്ലാക്ക് ആണ്. അപ്പോൾ നമുക്ക് ബോക്സിൽ മറ്റേ ആക്സസറീസ് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഒരു ബോക്സ് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ Huawei Y9s സൂറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിം ഇജക്ടറും പിന്നെ കുറച്ച് സ്റ്റാർട്ടപ്പ് മെനു ഗൈഡ്സും ഒക്കെ നമുക്ക് ഇതിനൊപ്പം ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അത്യാവശ്യം നല്ല ഫാസ്റ്റായി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് സി കേബിളും ഇതോടൊപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. പിന്നെ നമുക്ക് Huaweiൻ്റെ ഒരു ഹെഡ്സെറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫാസ്റ്റായി ചാർജ് ആക്കാനുള്ള ഒരു ചാർജിങ് അഡാപ്റ്ററും Huawei ഡിസൈൻ ചെയ്തിട്ട് ഇതിനൊപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്, കാരണം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായിട്ടുള്ളൊരു ഫോണാണ് Huawei Y9s. അപ്പോൾ ഇനി നമുക്ക് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് കിടക്കാം. ആദ്യം തന്നെ ബാക്കിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ ബാക്ക് സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബ്രൈറ്റിംഗ് ക്രിസ്റ്റൽ കളർ വേരിയൻ്റാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം ട്രിപ്പിൾ ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ഗ്ലോസി ഫിനിഷാണ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് 6.59 ഇഞ്ചസിൻ്റെ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് ഇതോടൊപ്പം നമുക്ക് ലഭിക്കുന്നത്. അതും TFT LCD ഡിസ്പ്ലേ ആണ്. ഫുൾ HD റെസൊല്യൂഷനും ഇതോടൊപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസേഴ്സിന് നല്ലൊരു ഡിസ്പ്ലേ വ്യൂ തന്നെയാണ് Huawei ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പോപ്പപ്പ് ക്യാമറയാണ് ലഭിച്ചിട്ടുള്ളത്. 60 മെഗാ പിക്സലിൻ്റെ 2.2 അപ്പാർച്ചറിലൊരു പോപ്പപ്പ് ക്യാമറയാണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോട്ടോസ് തന്നെ ഇതുകൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറയാണ് ലഭിച്ചിട്ടുള്ളത്. 48 മെഗാ പിക്സലിൻ്റെ 1.8 അപ്പാർച്ചറിലുള്ള ഒരു ലെൻസും അതുപോലെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഓട്ടോ ഫോക്കസ് ലെൻസുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് വൈഡ് ആംഗിൾ ഷോട്ട്സും അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഷോട്ട്സും ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ ഇതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 0.3 സെക്കൻഡ് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതൊരു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പവർ ബട്ടണിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബോട്ടം സൈഡായിട്ട് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ടൈപ്പ് സി ചാർജറിൻ്റെ പോർട്ടും സ്പീക്കറും പിന്നെ ഒരു ഹെഡ്ഫോൺ ജാക്കും മൈക്കുമാണ്. അപ്പോൾ മേൽഭാഗത്തായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു സിം കാർഡ് സ്ലോട്ടും അതുപോലെ തന്നെ പോപ്പപ്പ് ക്യാമറയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഒരു മെമ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 6GB റാമും അതുപോലെ തന്നെ 128GB സ്റ്റോറേജാണ് ലഭിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേണലായിട്ട് 512GB സ്റ്റോറേജ് വരെ നമുക്കിവിടെ മെമ്മറി കാർഡ് വെച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ലഭിക്കുന്ന Huaweiൻ്റെ തന്നെ Kirin 710F ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിമിങ്ങിനൊക്കെ ഒരു അടിപൊളി ഫോൺ തന്നെയാണിത്. അതോടൊപ്പം തന്നെ 6GB റാമും കിട്ടുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ ബാറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന 4000 mAh നോൺ റിമൂവബിൾ ബാറ്ററിയാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ ഒരു ബാറ്ററി സ്റ്റാൻഡ് ബാക്കപ്പ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇതായിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ UAE പ്രൈസ് നോക്കുകയാണെങ്കിൽ 1099 ദിറംസ് ആണ് ആമസോണിൽ വരുന്നത്.
അപ്പോൾ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ UAE നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓവറോൾ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ Huawei Y9s എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഫോൺ തന്നെയാണ്. കാരണം യൂസേഴ്സിന് ഇഷ്ടപ്പെടുന്ന തരം അടിപൊളി ഫീച്ചേഴ്സും ക്യാമറ ഫീച്ചേഴ്സും പെർഫോമൻസും ഒക്കെ തന്നെയാണ് ഈ ഒരു ഫോണിൽ Huawei ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു Huawei Y9s ഒരു ചെറിയ അൺബോക്സിംഗ് ആൻഡ് ക്വിക്ക് റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ തൊട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.